അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ആമിദ് ആറ്റക്കയ തങ്ങൾ വരുന്ന ഒരു വ്യക്തി തേന് മന്ത്രിച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഹിന്ദു സഹോദരന്മാരും സഹോദരിമാരൊക്കെ പങ്കെടുക്കുകയും എന്നിട്ട് നബിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ തേനിൽ ഹിന്ദു സഹോദരന്മാർ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് ധ്യാനിച്ചുകൊണ്ട് ഊതാൻ പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഒരുപാട് വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കൊല്ലം മുമ്പ് ഞാൻ ഈ ആമിദ് ആറ്റക്കയ തങ്ങൾ എന്ന് പറയുന്ന ഈ ശൈത്താനുണ്ടല്ലോ, ഈ ശൈത്താനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് അബ്ദുള്ള കോട്ടിക്കുളം അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും യൂട്യൂബിൽ. അതിന് ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് നാറ്റക്കോയ വെടിവെച്ചാൽ സമസ്തക്കാണോ കുറ്റം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. ഏതായാലും ആ വീഡിയോ ഞാനൊരു ഭാഗം ഞാൻ ആദ്യം ഇപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ആദ്യം കാണും. ആലിക്കുട്ടി ഉസ്താദിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമസ്തക്ക് ഒരു പരാതി കൊടുക്കാനാണത്രേ ആലിക്കുട്ടി ഉസ്താദ് നിർദ്ദേശിച്ചത്. അതുപ്രകാരം ഈ ചെറുപ്പക്കാരൻ 13 പേജോളം വരുന്ന ഒരു പരാതി സമസ്തക്ക് നൽകിയത്രേ. തന്റെ ഭാര്യയെയും മക്കളെയും ഹാമിദ് ആറ്റക്കോയ തങ്ങൾ തട്ടിക്കൊണ്ടുപോയി, അവരെനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ജിഫിരി മുത്തുക്കോയ തങ്ങളെയും ഈ ചെറുപ്പക്കാരൻ വിളിച്ചിരുന്നുവത്രേ. പക്ഷേ ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഈ പ്രവാസിയെ കൈവെടിഞ്ഞു എന്നാണ് ഈ ചെറുപ്പക്കാരനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ചെറുപ്പക്കാരൻ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്നും ദിവസങ്ങളോളം എന്റെ ഭാര്യയുമായി വിവാഹം കഴിക്കാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെ ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്നാണ് പറയുന്നത്. അവസ്ഥയിൽ ഈ പരാതികളൊക്കെ ബോധിപ്പിച്ചിട്ടും 12 പേജുള്ള പരാതി സമർപ്പിച്ചിട്ടും ഒരാളും നടപടിയെടുക്കാൻ തയ്യാറായില്ല. എല്ലാ പണ്ഡിതന്മാരും മൗനം പാലിച്ചു. അസ്സലാമു അലൈക്കും. നിങ്ങളെ ചാനലേ പലതവണ ഞാൻ കാണാറുണ്ട്. ഇപ്പം അടുത്തൊരു 2 ദിവസമായിട്ട് ഈ ഹാമിദുമായി ബന്ധപ്പെട്ടിട്ട് 2 വാർത്തകൾ കണ്ടു. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടാം, സംസാരിക്കാം എന്ന് വിചാരിച്ചതാണ്. ഈ ചങ്ങായി ഈ ഹാമിദ് എന്ന് പറഞ്ഞ ആള് 2020 മുതൽ നമ്മുടെ ഭാര്യ വീടുമായിട്ട് ഒരു ബന്ധം. ചുരുക്കം ആ വീഡിയോ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അബ്ദുള്ള കുട്ടികളെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ എഡിറ്റിംഗ് കൊടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു കൊല്ലം മുമ്പ് ആയിട്ടാണ്. ഇദ്ദേഹം ഒരുപാട് തട്ടിപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരുപാട് തട്ടിപ്പാണ്. കാരണം ഈ ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടിയിട്ടും സമുദായത്തിൻ്റെ വിശ്വാസ വികൃതമാക്കാനും ഇസ്ലാമിൽ ഈ മറ്റേ ഇതുണ്ടല്ലോ, ഈ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന പല പ്രവർത്തനങ്ങളും ഇയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ഒരു ഭാഗം കൂടെ നിങ്ങൾ നോക്ക്. ഇപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളൂ, നമ്മളെ നെയ്യത്ത് വെക്കണം കേട്ടോ. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗുരുവായൂരപ്പന് എവിടെ ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിൽ ഊതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ, നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. കണ്ട്, ഇതാണ് പ്രശ്നം. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇതിനെക്കൊണ്ട് എന്തെല്ലാം ഭവിഷ്യത്തുകൾ ഈ രാജ്യത്തിന് വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. കാരണം ഹിന്ദു സഹോദരന്മാർ അതിൽ പങ്കെടുക്കുന്നതിൽ വിരോധമില്ല, അയാൾ ചെയ്യുന്ന എന്തോ ആട്ടെ. എന്നിരുന്നാലും ആ ഹിന്ദു സഹോദരന്മാരോട് ഗുരുവായൂരപ്പനെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ എത്ര വലിയൊരു പ്രത്യേകത, ഒരു കളങ്കം വരുന്നുണ്ട്. അതും ഒരു നബിൻ്റെ സലാത്ത് ചെല്ലുന്ന സദസ്സിലാണ് ഈ പരിപാടി നടത്തുന്നത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് തട്ടിപ്പ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ദൃഷ്ടാന്തമാണത്. മറ്റൊന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ഗുരുവായൂരപ്പനൊക്കെ അതിൽ വിളിച്ചിരുത്തിയിട്ട് നാളെ ഇത് ഹിന്ദു മുസ്ലിം തമ്മിൽ വിദ്വേഷം ഉണ്ടാവാനും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തുന്ന ആത്മീയ സദസ്സൊക്കെ ഹിന്ദു സ്ത്രീകളൊക്കെ പങ്കെടുപ്പിച്ചിട്ട് മതത്തിലേക്ക് ആനയിപ്പിക്കാൻ വേണ്ടി, അവരെ മതത്തിലേക്ക് പരിവർത്തനം നടത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ എന്തെങ്കിലും ഇത് വന്നാൽ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അവസ്ഥയും നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത അതാണ്. എന്നുവെച്ചാൽ എന്തിന് നമ്മൾ മറ്റുള്ളവരൊക്കെ പങ്കെടുപ്പിച്ചിട്ട്, അഥവാ അവർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ മതപരമായ രൂപത്തിൽ പറയുമ്പോൾ ഇത് നാളെ BJP-കാർക്കൊക്കെ എടുത്തിട്ട് ഇതിനൊരു ഹിന്ദു മുസ്ലിം സ്വഭാവമാക്കിയിട്ട് മാറ്റാനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. നമ്മളെ മറ്റടുത്ത് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടം വെച്ചിട്ട് കണ്ടില്ലേ, എത്രയാണ് മുസ്ലിങ്ങൾ വഴിയായിരുന്നത് കേട്ടത്. മുസ്ലിങ്ങൾ എന്ത് വേസ്റ്റ്, മുസ്ലിങ്ങൾ ഇതൊന്നും ഊറുണ്ട. അതൊന്നുമില്ലാതെ തന്നെ ഒരുപാട് വെറുതെ നമ്മൾ ആക്ഷേപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും വരാൻ പോകുന്നത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ലേ എന്താണ് ചെയ്യുന്നത്, എന്താണ് അതിൽ പറഞ്ഞുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാവിയിൽ ഇതൊക്കെ മറ്റു രൂപത്തിൽ ചർച്ച വിഷയമായിട്ട് മാറുന്നതാണ് യാഥാർത്ഥ്യം. ഒന്നത്. പിന്നെ ഞാനത് അതിനെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നറിയോ,
ഈ അള്ളാൻ്റെ റസൂൽ നമ്മോട് പറഞ്ഞിരുന്നു എന്തെന്ന്, ഈ ദീനിനെ തലക്കെട്ട് കെട്ടിയ ആളുണ്ടല്ലോ അവർ തന്നെ ഈ ദീനിനെ കച്ചവടമാക്കിയിട്ട് മാറ്റും എന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞറിയില്ലേ ചരിത്രം. അള്ളാൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഞാൻ നരകത്തിലേക്ക് പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഘട്ടത്തിലുള്ളവരെ പറ്റി കണ്ടത് സ്ത്രീകളും ഈ തലക്കെട്ട് കിട്ടിയ മുസ്ലിയാക്കന്മാരും അറിവുള്ള ആലിമ്യങ്ങളും. എന്താ കാരണം, ഇവർ ഈ ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഈ ദീനിനെ കച്ചവടാക്കിയിട്ട് മാറ്റും എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് നടക്കുന്നുള്ളത്. ഇപ്പം ഈ ഇദ്ദേഹം ഈ നാറ്റക്കോയ, ഈ തീട്ടക്കോയ ഉണ്ടല്ലോ, അയാൾ നടത്തുന്ന ഈ സദസ്സ് എന്ന് പറഞ്ഞാൽ ഈ വിരുദ്ധമാക്കപ്പെട്ട ഈ പണി, ഈ ഇസ്ലാമിന് വിരുദ്ധമായി ചെയ്യുന്ന ഇയാൾ ഈ പ്രവർത്തനം, ചാരിറ്റി ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. അത് മുസ്ലിം എന്നല്ല, ഹിന്ദുക്കളും ചെയ്യുന്നുണ്ട് ചാരിറ്റിയൊക്കെ. മുസ്ലിമിന് ചാരിറ്റി ചെയ്യുന്നതിനും മുസ്ലിംസിന് ഇങ്ങനത്തെ നല്ലൊരു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മാതൃകകളില്ലേ, അതല്ലേ നമ്മൾ പാലിക്കണ്ടേ. അല്ലാതെ കണ്ട് ഇതിൻ്റെ ചെയ്യുമ്പോൾ ഇതിൽ നാളെ മറ്റൊരു രൂപയായിട്ട് മാറുമ്പോൾ എന്തായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് വെച്ചെങ്കിൽ ആ സദസ്സിൽ തന്നെ ഒരുപാട് തലക്കെട്ടിട്ട് ഒരുപാട് ചമണിയന്മാർ ഇതിൽ കാണുന്നില്ലേ. ഇവരൊക്കെ മുസ്ലിയാർ എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇവരെ കൊടുക്കണ്ടേ, അപ്പം തന്നെ അവൻ്റെ പെരടി നോക്കിയിട്ട് കണ്ട് കൊടുക്കേണ്ടത് ഇവിടെ എൻ്റെ എണീറ്റ് പോകണ്ടേ. അപ്പോൾ ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആളതാണ് കൂട്ടത്തിൽ ഇതിലുണ്ടായത്. ഈ തലക്കെട്ടിട്ട് ഇവരെ മൂലാക്കന്മാർ കണ്ടില്ലേ, അവർ തന്നെ അവരെ തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞത്. ലാസ്റ്റ് ഘട്ടത്തിൽ ഈ സമുദായത്തിൽ ഇങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞാൽ അതേ കൗമ് തന്നെയാണ്, അതേ ചവണിയന്മാർ തന്നെയാണ് ഈ നാട്ടക്കോയൻ്റെ വള്ളക്ക് ഇരുന്നിട്ട് ചിരിക്കുന്നുണ്ട് ആളുകളൊക്കെ. അല്ലെങ്കിൽ ഇവനൊക്കെ ദീനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവന് ശരിക്കും പറഞ്ഞു കൊടുത്തൂടെ, അല്ലെങ്കിൽ അതിന് തിരുത്തിക്കൂടെ, അല്ലെങ്കിൽ അതിന് സഹകരിക്കാണ്ട് നിന്നൂടെ. അപ്പോൾ അത് നിൽക്കില്ല, നമ്മളാരും ചർച്ച ചെയ്തിട്ട് ഫലമില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് ആ സമയം എത്തിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അള്ളാഹിനെ ഭയപ്പെടുന്നവരൊക്കെ നമ്മളെന്ത് ചെയ്യണം, അവരവരെ നെഫ്സ് നോക്കിയിട്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഈ നാറ്റക്കോയ ഇത് സാധാരണ കോയ എന്നല്ല, ഇതൊരു ശരിക്കും തീട്ടക്കോയ തന്നെയാണ്. ഇയാളൊക്കെ കോയാന്ന് വിളിക്കുന്നവന് പ്രത്യേകിച്ച് നമ്മൾ പല്ല് തുറക്കേണ്ടി വരും. ഇവൻ കോയാന്ന് വിളിച്ചിട്ടും തങ്ങളെന്ന് വിളിച്ചിട്ടും യഥാർത്ഥത്തിൽ ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഹരികാരുണ്ടല്ലോ, അവരെ പിൻഗാമികൾ, അവരെ പേര് നമ്മൾ കളയരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവനൊക്കെ കോയ തങ്ങെന്നൊക്കെ വിളിക്കുന്നത് നിർത്തണം. എല്ലാവരും കാണുന്നവരും കേൾക്കുന്നവരൊക്കെ ഇതിനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. ഇവരൊക്കെ സഹകരിക്കാണ്ട് നിൽക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ അഥവാ എന്തെങ്കിലും മുസ്ലിം സമുദായവുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇത് മറ്റുള്ളവർക്ക് വന്നാൽ അത് അവർ തന്നെ തീർത്തോളം മുസ്ലിങ്ങളായി ഇതിൽ ഇടപെടരുത്. അള്ളാഹിനെ പഠിക്കുന്ന പണ്ഡിതന്മാരെങ്കിൽ എനിക്ക് തലക്കെട്ടി കിട്ടിയോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ സഹകരിച്ചിട്ട് ഈ ദീനിനെ കച്ചവടം ചെയ്യുക, അതുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിൻ്റെ സിർക്കിലേക്ക് നിങ്ങൾ നയിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഉള്ള ഹിദായത്തിലാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.